പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഫോട്ടോസിന്തസിസിന്റെ സെക്കൻഡ് പാർട്ടാണ്. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ പറഞ്ഞിരുന്നത് ഫോട്ടോസിന്തസിസിന് രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേജ് ഉണ്ടെന്ന് അറിയാം. ഒന്ന് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജും മറ്റൊന്ന് ലൈറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജുമാണ്. അതായത് ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷൻ. നിങ്ങൾ +1 പഠിച്ചത് ആ രീതിയിലായിരിക്കും, ലൈറ്റ് റിയാക്ഷൻ ആൻഡ് ഡാർക്ക് റിയാക്ഷൻ. അപ്പൊ ലൈറ്റ് റിയാക്ഷൻ ഈസ് ഓവർ അല്ലെ? ലൈറ്റ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞ സമയത്ത് നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മളെ കയ്യിലുള്ളത് ATPയും NADPH+H ഓർ NADPH2 ഉണ്ട് അല്ലെ? അതായത് ലൈറ്റ് റിയാക്ഷൻ കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസിന്റെ സെക്കൻഡ് പാർട്ട് നടക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന രണ്ടാള് വേണം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ലൈറ്റ് റിയാക്ഷൻ ഈസ് ദ റിയാക്ഷൻ വിച്ച് ഈസ് മെന്റ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് എനർജി. So by using this particular energy, light independent reaction will produce sugar or starch. This is the concept. So far we have completed the first part and we have ATP and NADPH2. This ATP and NADPH2 are used in the case of light independent reaction for the production of sugar. That is the concept. So far we have completed light reaction. Within the light reaction we can see two important reactions, that is cyclic photophosphorylation and non-cyclic photophosphorylation. But here we are going to discuss about another important part, that is what is called light independent reaction. So what is actually the light independent reaction? The reaction which is taking place without the help of light. അപ്പൊ ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ ലൈറ്റ് റിയാക്ഷൻ ഡാർക്ക് റിയാക്ഷൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആൾക്കാർക്ക് സംശയം തോന്നി. എന്താ സംശയം? സംശയം എന്താന്ന് വെച്ചാൽ ക്ലോറോപ്ലാസ്റ്റ് വൈകുന്നേരം 6 മണി ആവുന്നോ എന്ന് വെയിറ്റ് ചെയ്യോ, എന്നിട്ട് ഇരുട്ടായതിനു ശേഷമാണോ ഡാർക്ക് റിയാക്ഷൻ? നോ, ലൈറ്റിന്റെ ആവശ്യമല്ല എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ ന്യൂ നെയിം, ദാറ്റ് ഈസ് കോൾഡ് ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ. അനദർ ഇമ്പോർട്ടന്റ് തിങ്, ദ ലൈറ്റ് റിയാക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി കേസ് ഓഫ് ഗ്രാന ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് അല്ലെ? നമുക്കറിയാം, ഗ്രാനന്റെ ഉള്ളിൽ തൈലക്കോഡ് ഉണ്ട്, തൈലക്കോഡുകൾ കൂടി ചേർന്നതാണ് ഗ്രാന, ഇതൊക്കെ നമുക്കറിയാം. And the dark reaction, that is a light independent reaction which is taking place in stroma. Okay, so what is stroma? Stroma is the place where the liquid condition is keeping. എപ്പോഴും ലിക്വിഡ് ആയിട്ടുള്ള ഒരു സെമി ഫ്ലൂയിഡ് കണ്ടീഷൻ ഉണ്ട് അവിടെ. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻസൈം, ഒരുപാട് എൻസൈമുകൾ അവിടെ ഉണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എൻസൈം is called rubisco. So this is the basic introduction regarding the light independent reaction. So the light independent reaction is otherwise called Calvin-Benson cycle or Calvin cycle or C3 cycle. Likewise, different popular name we have to see. So let us go to the light independent reaction. Okay. See, when are ATP and NADPH made during the light dependent reaction used in the Calvin cycle? എപ്പോഴാണ് ഈ പറയുന്ന ATPയും അതേപോലെ NADPH ഒക്കെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്? We have to see. എപ്പോഴാണ് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്? There are 3 important processes. What are the processes? They are called, first one is called fixation of carbon dioxide. Second one is called reduction 3Pg to G3P. Third one, regeneration of RUBP. 3 പ്രധാനപ്പെട്ട സ്റ്റേജുകളാണ്. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ, സെക്കൻഡ് വൺ റിഡക്ഷൻ ഓഫ് ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate to or phosphoglyceric acid to glyceraldehyde 3-phosphate. അവിടെ ATPയും NADPHും വേണം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ആണ് കേട്ടോ കുട്ടികളെ ഇത്. എന്താ ചോദിച്ച ചോദ്യം? ATPയും NADPHും എവിടെയാണ് ഉപയോഗിക്കപ്പെടുന്നത്? പറയണം. ATPയും NADPHും 2 പ്രധാനപ്പെട്ട റിയാക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് റിഡക്ഷൻ ഓഫ് phosphoglyceric acid to glyceraldehyde 3-phosphate. Second one, regeneration of RUBP. RUBP വീണ്ടും റീജനറേറ്റ് ചെയ്യും. We have to see. അവിടെയും ആര് ഉപയോഗിക്കപ്പെടും? ATP ഉപയോഗിക്കപ്പെടും. So there are 2 important sites where we have to see ATP and NADPH are utilized. Clear? Now, what is actually the light independent reaction? Light independent reaction, it is enzyme controlled. മുഴുവൻ പ്രവർത്തനങ്ങളും എൻസൈമിനാൽ നിയന്ത്രിതമാണ്. Located in the stroma of the chloroplast, ഇത് സ്ട്രോമയിലാണ് ഈ പ്രോസസ് നടത്തുന്നത്. Occurs simultaneously with the light dependent reaction. ഇതെപ്പോഴും ഒരു ഭാഗത്ത് ലൈറ്റ് റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, മറ്റൊരു ഭാഗത്ത് ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ നടക്കും. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ATPയും NADPHും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ATPയും NADPHും എവിടെ ഉപയോഗിക്കും? ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷന് സ്റ്റാർച്ച് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. So this process are simultaneously taking place for the production of sugar.
It can continue in the dark provided the necessary raw material are available. എത്രമേൽ ഇത് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും it can continue in the dark. ഡാർക്കിലൂടെ അല്ലെങ്കിൽ ലൈറ്റ് ഇൻഡിപെൻഡന്റ് ആണല്ലോ. എത്രമേൽ രാവിലാവോൾ ഇത് നടക്കും. എപ്പോ? ആവശ്യത്തിനുള്ള റോ മെറ്റീരിയൽ ഉണ്ടാവുമ്പോൾ. ആരാണ് ആവശ്യത്തിലുള്ള റോ മെറ്റീരിയൽ? ആവശ്യത്തിനുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും NADPHഉം ATP ഒക്കെയാണ്. ഈ ആളുകളൊക്കെ നിരന്തരമായിട്ടുണ്ടെങ്കിൽ എത്രമേൽ ATP പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എത്രമേൽ സ്റ്റാർച്ചിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന സ്ട്രോമ തയ്യാറാണ്. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ. Now these are the two important person, the popular person we have to hat of it. That is the two important person. One is called Calvin and another one is called Benson. These are the two important person behind the photosynthesis. The first one, the smiley person name called Melvin Calvin, and he is Andrew Benson. It took 7 years to discover the intermediate compounds in the light independent reaction. അല്ലെ, നമുക്കൊരു സെമസ്റ്ററിൽ ഫോട്ടോസിന്തസിസ് പഠിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും അല്ലെ, ഒരു അരമണിക്കൂർ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ പഠിക്കാൻ ബോറടിക്കും. ബട്ട് this particular people, they spent more than 7 years to bring out the intermediate components within the light independent reaction. That is the most important devotions or most important commitment of these two important person. So only because of their discoveries we have to see the intermediate component. So these are the two important person behind the photosynthesis, that is Benson and Calvin. Then another important interesting thing is a popular vessel that is called a lollipop vessel, a flat sided round flask containing the culture of algae. ഇതാണ് ഈ പറയുന്ന particular vessel. This vessel is used for photosynthesis, that is light independent reaction. Here we can see a particular shape, that is round flask. It is a round flask. It is a round having the thickness of 2 centimeter. 2 centimeter thickness ഉള്ള ഒരു round flask ആണ്. This round flask is used for different type of light independent reaction. Then ഈ പറയുന്ന പ്രോസസ്സിൻ ഫോട്ടോസിന്തസിസിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആൽഗ ഉണ്ട് കേട്ടോ. എന്താണ് ആൽഗയുടെ പേര്? They are called Senidesmus and Chlorella. Calvin and Benson, that is used carbon 14 for labeling. Unicellular algae like Chlorella and Senidesmus are used for this purpose. Simple algae which respond quickly to changes in the environment, so little time lag. ചെറിയ സമയത്തിന്റെ ഉള്ളിൽ ഈ പറയുന്ന റിയാക്ഷനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെയുള്ള ആൽഗകളെ യൂസ് ചെയ്തിട്ടുള്ളത്. There are two important algae. One is called Senidesmus and other one is called Chlorella. Chlorella നമുക്ക് +1 പഠിച്ചിട്ടുണ്ട് അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗാനിസം ആണ്. പ്ലാന്റ് കിങ്ഡത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമുക്കറിയാം Chlorella is a unicellular algae. ആ ആൽഗക്ക് ഫ്ലജല്ല വന്നു കഴിഞ്ഞാൽ എന്താവും? Senidesmus ആവും. അങ്ങനെ Senidesmus എന്ന് പറയുന്ന ആൽഗകൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരു കോളനിയായി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ? അതിനെ നമ്മൾ പറയാ വോൾവോക്സ് എന്നാണ്. അങ്ങനെ ഈ പറയുന്ന ആൽഗകളുടെ എവല്യൂഷൻ ഒക്കെ നമ്മൾ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന +1 പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എനിവേ, ഹിയർ വി ക്യാൻ സീ two important algae. They are popular as far as the light independent reactions are concerned. They are Senidesmus and Chlorella. Then actually what is the Calvin cycle? We can simply say that Calvin cycle is nothing. Here the light is coming from the sun and they have to produce ATP and NADPH. By utilizing this ATP and NADPH, the Calvin cycle will produce sugar by the help of carbon dioxide and water. So this is actually the simplest format of light independent reaction, that is Calvin cycle. Then another important thing, we can see the most important structure or the organelle or the house for this particular process is the stroma. This is actually the stroma, the place of light independent reaction or the place of starch production or the place of the Calvin cycle. So this place is very important as far as the light independent reaction or sugar is concerned. This is a stroma and this is the grana. The granum is for light reaction, whereas the stroma is for light independent reaction. We know the Calvin cycle consisting of 3 important processes we have already mentioned, that is fixation of carbon dioxide, reduction of 3-phosphoglyceric acid to glyceraldehyde 3-phosphate, and regeneration of RUBP. These are the 3 important processes. One is fixation of carbon dioxide, reduction of 3-phosphoglyceric acid to phosphoglyceride, then another one regeneration of RUBP. Now we are going to discuss about the first one, that is called Calvin cycle. See, ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും.
നോക്കൂ നിങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലെ, 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ഉണ്ട്. കാർബൺ ഫിക്സേഷൻ, reduction and sugar production, regeneration of REBP. That is 3-phosphoglyceric acid to glyceraldehyde 3-phosphate. That is a reduction. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം ഫോട്ടോസിന്തസിന് വേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ATP NADPH വേണം. ഇത്ര കാര്യങ്ങൾ മതി അല്ലെ? ATP NADPH ഉണ്ടായിട്ടുണ്ട് വെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? വി ഹാവ് ടു യൂട്ടിലൈസ് ദീസ്. എങ്ങനെ? അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വരും. പാരലി REBP സെല്ലിന്റെ ഉള്ളിൽ ഉണ്ടാവും. REBPന്റെ കാർബൺ നമ്പർ 5 ആണ് അല്ലേ? REBPന്റെ കാർബൺ നമ്പർ 5 ആണ്. അങ്ങനെയുള്ള 6 എണ്ണം അല്ലെ? 6 5 30. 30 പ്ലസ് 6 കാർബൺ ഡൈ ഓക്സൈഡ്, 36 കാർബൺ നമ്പർ നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ കുട്ടികളെ? ഞാനിപ്പോ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ 6 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലേ? അതേപോലെ 6 REBP ഉണ്ട്. ഒരു REBPന്റെ കാർബൺ നമ്പർ 5 ആണ്. നോക്കൂ നിങ്ങൾ. അപ്പോ 6 5 30 പ്ലസ് 6 36 കാർബൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. എപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുമ്പോ. അപ്പൊ ഈ 36 കാർബൺ നമ്പർ എന്താവണം? 12 3pg ആവണം. 36 ഡിവൈഡഡ് ബൈ 3 എത്രയുണ്ടാവും? 10 3 30, 2 3 6 36. അങ്ങനെയാണ് ഇവിടെ 12 3pg ഉണ്ടാവുന്നത്. ബൈ ഹാർട്ട് പഠിക്കരുത് കേട്ടോ. എങ്ങനെ പഠിക്കേണ്ടത്? ഇവിടെ 6 REBP ഉണ്ട്, 6 കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. 6 REBP, ഒരു REBPയുടെ കാർബൺ നമ്പർ എത്രയാണ്? 5 ആണ്. അങ്ങനെയുള്ള 6 REBP ഉണ്ടെങ്കിൽ 6 × 5 30. എന്നാലോ ഇവിടെ 6 കാർബൺ ഡൈ ഓക്സൈഡ്, അപ്പൊ 30 പ്ലസ് 6 36. അങ്ങനെ 36 ഈ കാർബൺ നമ്പർ ഈ പറയുന്ന സ്ട്രോമക്കുള്ളിലുള്ള കാൽവിൻ സൈക്കിൾ ഇങ്ങനെ കിട്ടിക്കിടക്കുകയാണ്. അപ്പോഴാണ് എന്ത് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവണം? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവണം. ആ പ്രൊഡക്റ്റ് ആണ് 3-phosphoglyceric acid. ആ പ്രൊഡക്റ്റ് എങ്ങനെയാ ഉണ്ടാവുക? 12 പ്രൊഡക്റ്റ് ഉണ്ടാവും. 12 3-phosphoglyceric acid ഉണ്ടാവും. ഒരു 3-phosphoglyceric acidന് 3 കാർബൺ നമ്പർ ആണ്. അപ്പൊ 36 ഹരിക്കണം 12 അല്ലെങ്കിൽ 36 ഹരിക്കണം 3 സമം 12. അങ്ങനെയാണ് 12 3pg ഉണ്ടായത് അല്ലെ? അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ 3 കാർബൺ നമ്പർ ആണ്. അങ്ങനെ ഇവിടെ ഇതേ സമയം തന്നെ 12 ATPയും ഉപയോഗിച്ചു. ATP ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ADP റിലീസ് ചെയ്യും. ദെൻ ഓട്ടോമാറ്റിക്കലി അടുത്ത സ്റ്റെപ്പ് റിഡക്ഷൻ ആൻഡ് ഷുഗർ പ്രൊഡക്ഷൻ. എങ്ങനെയാണ്? 3-phosphoglyceric acid is converted into 12 glyceraldehyde 3-phosphate. അവിടെ എന്താവും? അവിടെയും നമുക്കറിയാം NADPH യൂസ് ചെയ്യപ്പെട്ടു. അപ്പൊ ATPയും NADPH യൂസ് ചെയ്തു. എങ്ങനെ? 3-phosphoglyceric acid is converted into glyceraldehyde 3-phosphate. This is called reduction. അങ്ങനെ ഇവിടെ എത്തുന്ന സമയത്ത് എന്തുണ്ടായി? 12 glyceraldehyde 3-phosphate ഉണ്ടല്ലോ. 12 glyceraldehyde 3-phosphate അല്ലെ? 36 കാർബൺ നമ്പർ ഉണ്ട്. ഇവിടെ എത്തിയ സമയത്ത് ഇവർ പറയാണ് ഇവിടെ വെച്ചുകൊണ്ട് ഒരു ഷുഗർ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു ഷുഗർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിന്റെ കാർബൺ നമ്പർ എത്രയാണ്? C6H12O6 അല്ലെ? 6 ആണ്. അപ്പൊ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു ഷുഗർ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ 2 glyceraldehyde 3-phosphate റിലീസ് ചെയ്ത് കൊടുക്കും. ഒരു glyceraldehyde 3-phosphate കാർബൺ നമ്പർ 3 ആണ്. 2 glyceraldehyde 3-phosphate കാർബൺ നമ്പറോ 6 ആണ്. അങ്ങനെയുള്ള 2 glyceraldehyde 3-phosphate ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷുഗർ ഉണ്ടാവും. ബാക്കി എത്ര ഉണ്ടാവും? 10 ഉണ്ടാവും അല്ലേ? 10 glyceraldehyde 3-phosphate നേരെ ഇങ്ങോട്ട് തിരിച്ചു പോകും. എന്തിനാണ്? വീണ്ടും REBP ഉണ്ടാക്കാൻ. എന്തിനാണ് REBP? ഈ REBP ആണ് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കാൻ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കാൻ വേണ്ടി ഈ പറയുന്ന REBP എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി തയ്യാറായി നിൽക്കണം അല്ലെ? നമ്മൾ റിസപ്ഷനിസ്റ്റുകളെ പോലെ. അപ്പൊ എപ്പോഴും REBPനെ എങ്ങനെ ഫ്രീ ആയി കൊടുക്കണം? ഈ REBPനെ ഫ്രീ ആക്കി കൊടുക്കാൻ ആരുണ്ട് ഇവിടെ? റീജനറേഷൻ ഓഫ് REBP എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. അപ്പൊ ഇവിടെ 10 glyceraldehyde phosphate, 10 glyceraldehyde phosphate എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 30 ആണ് അല്ലേ? അപ്പൊ 30 എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം അതിൽ 5 കാർബൺ നമ്പർ ഉണ്ട്. ഓട്ടോമാറ്റിക്കലി അത് വീണ്ടും 6 REBP ആകും. കണക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വളരെ സിമ്പിൾ കണക്കാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാൽവിൻ സൈക്കിൾ എന്നാണ്. ദിസ് ഈസ് ആക്ച്വലി ദ കാൽവിൻ സൈക്കിൾ. കാൽവിൻ സൈക്കിൾ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ സൈക്കിൾ meant for the production of sugar by completing 3 important processes. They are carbon fixation, reduction and sugar production, regeneration of REBP. Here 3 important terms. One is called REBP, other one 3-phosphoglyceric acid, the next one glyceraldehyde 3-phosphate, and they will convert first into ribulose monophosphate എന്ന് പറയുന്നത്. ഇവിടെ ribulose biphosphate ന് മുമ്പ് ribulose monophosphate ഉണ്ട്. That we will discuss in next class. Okay, that's all the production of sugar. This is an important cycle. It may ask during the time of your final examination. Anyway, this is the most important process of light independent reaction called Calvin cycle. Clear?
താങ്ക് യു.